മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനവും ഖജനാവിന് ചെലവ് കൂട്ടും. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതോടെ കെ.എം. എബ്രഹാം ചീഫ് സെക്രട്ടറിക്കും മുകളിലെത്തും. നിലവിൽ മന്ത്രിമാർക്ക് പുറമെ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് എന്നിവർക്കും ക്യാബിനറ്റ് പദവിയുണ്ട്. അതായത് മന്ത്രിസഭയ്ക്ക് പുറത്ത് ക്യാബിനറ്റ് റാങ്കുള്ള മൂന്നാമനാണ് കെ.എം. എബ്രഹാം. മന്ത്രിമാർക്ക് തുല്യമായ പദവിയിലെത്തുന്നതോടെ അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാം. യാത്രപ്പടി, താമസം, സുരക്ഷ എന്നിവയിലും മാറ്റമുണ്ടാകും. ഇതെല്ലാം ഖജനാവിന് ബാധ്യത കൂട്ടുക തന്നെ ചെയ്യും. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ എബ്രഹാം നൽകിയ സ്തുത്യർഹ സേവനം കണക്കിലെടുത്താണ് പദവി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. ചർച്ചകളിലേക്ക് കടക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ 2 മുൻ ചീഫ് സെക്രട്ടറിമാർ പുനർനിയമനത്തിലൂടെ പെൻഷൻ അടക്കം വാങ്ങുന്നത് മാസം 5 ലക്ഷത്തോളം രൂപയാണ് എന്നതാണ് വസ്തുത. അതിലൊരാളാണ് കെ.എം. എബ്രഹാം. ഈ ഉദ്യോഗസ്ഥനാണ് ക്യാബിനറ്റ് പദവി കൂടി നൽകുന്നത്. ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള അതേ ശമ്പളം പെൻഷനൊപ്പം വാങ്ങുന്നത് ചട്ടവിരുദ്ധമാണ് എന്നാണ് ആക്ഷേപം. അഖിലേന്ത്യാ ഉദ്യോഗസ്ഥരുടെ സർവീസ് ചട്ടത്തിലെ 4(2) വകുപ്പ് അനുസരിച്ച് വിരമിച്ചവർ പുനർനിയമന കാലത്ത് പെൻഷൻ വാങ്ങാൻ പാടില്ല. സൈനികർക്ക് മാത്രമേ ഇളവുള്ളൂ. കേന്ദ്ര ചട്ടം മറികടക്കാൻ സംസ്ഥാന സർവീസ് ചട്ടമായ KS6-ൽ സർക്കാർ ഇളവ് നൽകുകയായിരുന്നു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകുമ്പോൾ പെൻഷൻ കഴിച്ചുള്ള തുകയെ നൽകാറുള്ളൂ. ലോകായുക്തയിലും മനുഷ്യാവകാശ കമ്മീഷനിലും അടക്കം നിയമിതരായ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാർക്ക് പോലും ഇങ്ങനെയാണ് നൽകുന്നത്. എന്നാൽ കെ.എം. എബ്രഹാമിന് വൻതുക ഇപ്പോൾ പ്രതിമാസം കിട്ടുന്നുണ്ട്. അക്കാദമിക മികവ് കൂടി കണക്കിലെടുത്താണ് ഇത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ക്യാബിനറ്റ് പദവിയിലെത്തിയ കെ.എം. എബ്രഹാം ജീവനക്കാരെ നിയമിക്കുമോ എന്നതും നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ചീഫ് സെക്രട്ടറിയുമാണ് ഡോക്ടർ കെ.എം. എബ്രഹാം. കിഫ്ബിയുടെ CEO എന്ന പദവിക്കൊപ്പം കെ-ഡെസ്കിന്റെ ചെയർമാൻ കൂടിയാണ് കെ.എം. എബ്രഹാം. കിഫ്ബി വഴി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തത് മതിയാകാതെയാണ് ഇപ്പോൾ ഖജനാവിന് അധിക ബാധ്യത ആകുന്നത്. നിർണായക ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തി എന്ന നിലയ്ക്കാണ് എബ്രഹാമിന് പിണറായി സർക്കാർ ക്യാബിനറ്റ് പദവി നൽകുന്നത് എന്നാണ് പറയുന്നത്. 1982 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് കെ.എം. എബ്രഹാം. കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ BTechും കാൺപൂർ IITയിൽ നിന്ന് MTechും നേടിയ ശേഷം അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുകയായിരുന്നു. 2008 മുതൽ 2011 വരെ സെബി അംഗമായിരുന്നു. ആദ്യ പഠനം സിവിൽ എഞ്ചിനീയറിംഗിലായിരുന്നുവെങ്കിൽ പിന്നീട് ധനകാര്യ മേഖലയിലേക്ക് കൂടി ചുവടുമാറ്റി. അമേരിക്കയിൽ നിന്ന് തന്നെ CFA അഥവാ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നേടിയ എബ്രഹാം സ്റ്റാൻഫോർഡ്, ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ലോസ് ആഞ്ചലീസ് എന്നിങ്ങനെയുള്ള ലോകോത്തര സർവകലാശാലകളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട്. മെഷീൻ റീഡിംഗ്, ബിഗ് ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ എബ്രഹാം ആലപ്പുഴ കളക്ടറായും സിവിൽ സർവീസുകാരൻ എന്ന നിലയിൽ ശോഭിച്ചു.